ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൈകളിലേക്കായിട്ട് സച്ചിക്കും രേവതിയും നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചൂണ്ടക്കൊളുത്ത് ആൻ്റണി കൊടുത്തിരിക്കുകയാണല്ലേ. അത് മറ്റൊന്നുമല്ല, ചന്ദ്രയുടെ പണം മോഷ്ടിച്ചത് ശരത്താണെന്നുള്ള സത്യം ആൻ്റണി ശ്രുതിയോടായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു സമയത്ത് ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ടല്ലേ. പെട്ടെന്ന് തന്നെ ആൻ്റണി പറയുന്നുണ്ട്, ഇത് വിശ്വസിക്കാൻ പാകത്തിൻ്റെ ഒരു തെളിവുണ്ട്, ആ തെളിവ് നിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പം ശ്രുതി ഒന്നും കൂടി ഞെട്ടുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവ്, എൻ്റെ വീട്ടിൽ എന്ത് തെളിവാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോണിൽ ശരത്ത് ഈ ഒരു പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ നീ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി എല്ലാം പറഞ്ഞ് സമ്മതിക്കേണ്ട. കാരണം ഈ ഒരു വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ തൻ്റെ വലിയ ശത്രുക്കളായ സച്ചിക്കും രേവതിക്കും വലിയൊരു തിരിച്ചടിയായിരിക്കും. മാത്രമല്ല എന്നേക്കുമായിട്ട് നവീൻ്റെ ഉപദ്രവം തന്നിൽ നിന്ന് മാറുകയും ചെയ്യും. അതേ രീതിയിലൊരു ഓഫറാണ് ആൻ്റണി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശ്രുതി പല രീതിക്ക് നമ്മുടെ സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകാൻ കേട്ടോ. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ശരത്തിനെ പല സ്ഥലങ്ങളിൽ വെച്ച് ആൻ്റണി കാണുകയും ആൻ്റണി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരത്ത് പഴയപടി, അതായത് രേവതിയുടെയും ദേവുവിൻ്റെയും കുഞ്ഞനിയനായിരുന്ന സമയത്തുള്ള അതേ സ്വഭാവം, ഇവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ ഒരു സ്വഭാവം നല്ല ക്യാരക്ടറോട് കൂടിയിട്ട് തന്നെ ശരത്ത് മുന്നോട്ട് പോവുകയാണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ വെക്കുക, കൂട്ടുകാരുടെ കൂടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ ചെയ്യാനായിട്ട് നടക്കുന്ന അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ ശരത്ത് മാറുന്നത് ആൻ്റണിക്ക് തീരെ സഹിക്കുന്നില്ല. ആൻ്റണി പല രീതിക്കും ശരത്തിനെ തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ ശരത്ത് വഴുതി മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആൻ്റണിക്ക് കിട്ടുന്ന തിരിച്ചടികളാണ്. ആ ഒരു സമയത്തൊക്കെ തന്നെ ശ്രുതിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എത്രയും വേഗം ആ ഒരു വീഡിയോ എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോഴത്തെ ശ്രുതിയും പറയുകയാണ്, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. എന്തായാലും ഞാനത് എടുത്ത് തന്നിരിക്കുമെന്ന് ശ്രുതി പറയുന്ന നേരത്തെ നീ എന്തായാലും കണ്ടുപിടിച്ച് തന്നേ മതിയോ, കാരണം എനിക്ക് യാതൊരു പ്രശ്നമില്ല, വൈകുന്തോറും നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. 2 ദിവസമാണ് നിനക്ക് നവീൻ സമയം തന്നിരിക്കുന്നത്. ആ 2 ദിവസത്തിനുള്ളിൽ വീഡിയോ നീ എനിക്ക് കൊണ്ടു തന്നാൽ മാത്രമേ എനിക്ക് നവീനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ആൻ്റണി ശ്രുതിന് ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറയുകയാണ്. അങ്ങനെ ശ്രുതി സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചിയുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയും ഫോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലം എന്ന് കണക്കെ ആ ഫോൺ വീഡിയോ തൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രേവതി പ്രതീക്ഷിക്കാതെ നേരത്തെ സച്ചിട്ട് നേരെ കത്തി ചൂടുന്നുണ്ട് കേട്ടോ. അത് വലിയ സംഭവമായിട്ട് നമ്മുടെ സച്ചിനോടുള്ള ദേഷ്യത്തിലൊന്നും ചെയ്യുന്നല്ല കേട്ടോ. രേവതി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ സച്ചി പിന്നിൽ നിന്ന് വന്ന് രേവതി കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് രേവതി പച്ചക്കറി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ സച്ചിനെ നിനക്ക് തിരിഞ്ഞിട്ട് കത്തി ചൂണ്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, രേവതി ഒരു നിമിഷം മാറിയിരുന്നെങ്കിൽ ഇത് എന്താ നീ സാധനം എടുത്ത് മാറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല സച്ചിയുടെ, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി, ഒന്ന് പറഞ്ഞിട്ടൊക്കെ വേണ്ടേ പുറകിൽ നിന്ന് വരാനെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്ന കേട്ടോ. അത് വലിയ സംഭവമൊന്നുമല്ല എങ്കിലും ആ ഒരു സമയത്ത് ഇരുവരുടെയും ചെറിയൊരു റൊമാൻറ്റിക്കും അതുപോലെ തന്നെ കുറച്ച് തമാശയോട് കൂടി നിറഞ്ഞൊരു എപ്പിസോഡ് ഭാഗമാണത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.